100-day challenge for FNO and SMC trading day 10. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ ഓർഡർ ബ്ലോക്ക് എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ഈ സ്മാർട്ട് മണി ട്രേഡേഴ്സ് ബൈയും സെല്ലും ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് ഓർഡർ ബ്ലോക്ക്. ഞാനതൊന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് എപ്പോഴും അറിയാം, മാർക്കറ്റ് ഒരു വേവ് ആയിട്ടായിരിക്കും പോകുക അല്ലേ. മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കും, ഒരു ഹയർ ലോ ഉണ്ടാക്കും, അതേപോലെ തന്നെ ഒരു ലോവർ ലോ ഉണ്ടാക്കും, ഒരു ലോവർ ഹൈ ഉണ്ടാക്കും. ഈ വേവ് രീതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയുള്ളതാണ് ഓർഡർ ബ്ലോക്ക്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ആ ഒരു മൊമെന്റം, അതായത് മാർക്കറ്റിൽ ഈ ഒരു മൊമെന്റം, ഈ ഒരു ബുള്ളിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് മൊമെന്റം ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഓർഡർ ബ്ലോക്ക് ഒരു ഹയർ ലോയിലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. അതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ലോവർ ഹൈലോ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുള്ളിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ആണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു ബിയറിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ബിയറിഷ് മൊമെന്റം, ഈ ഒരു ബിയറിഷ്